ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. നമുക്ക് ഓരോ ചോദ്യത്തിലേക്കായിട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. 2 കോളം കൊടുത്തിട്ടുണ്ട്. കൊള്ളാജൻ, ഇൻസുലിൻ, ആൻറ്റിബോഡി, ട്രിപ്സിൻ എന്നാണ് ആദ്യത്തെ കോളത്തിലുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ ഇൻ്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഹോർമോൺ, സെൻസറി റിസപ്ഷൻ, എൻസൈം ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് മാച്ച് ചെയ്യാത്ത പെയർ എന്നാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2017 വന്ന ആൻസർ ആൻറ്റിബോഡി, സെൻസറി റിസപ്ഷൻ എന്നുള്ളതാണ് റോങ്ലി മാച്ച്ഡ് പെയർ. ആൻറ്റിബോഡി, സെൻസറി റിസപ്ഷനെ എല്ലാം ഉപയോഗിക്കുന്നത് അത് ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഡാഷ് ഇസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്. 2019 ക്വസ്റ്റ്യനാണ്. ആൻസർ കൊള്ളാജൻ ആണ്. Question number 3, which among the following is a primary metabolites? പ്രൈമറി മെറ്റബോളൈറ്റ് എന്നും സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്നും 2 മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൽക്കലോയിഡ്സ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ആൻസർ നമുക്ക് നോക്കാം. അമിനോ ആസിഡ്സ് ആണ് ആൻസർ. ബാക്കി 3 സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, fill in the blanks suitably. In proteins, amino acids are linked by dash, and in polysaccharides, individual monosaccharides are linked by dash എന്നാണ് ക്വസ്റ്റ്യൻ. അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ മോണോസാക്കറൈഡ്സിനെ ലിങ്ക് ചെയ്തിട്ടാണ് പോളിസാക്കറൈഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോണ്ടിൻ്റെ പേരെന്താണെന്നുള്ളത് എ. മോണോസാക്കറൈഡ്സിനെ ലിങ്ക് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ബി. നമുക്ക് ആൻസർ നോക്കാം. അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ്. അതേപോലെ മോണോസാക്കറൈഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5, പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോപോളിമർ നോട്ട് എ ഹോമോപോളിമർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പ്രോട്ടീൻ എന്നുള്ളതൊരു ഹെറ്ററോപോളിമർ ആണ്, ഹോമോപോളിമർ അല്ല. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് എന്നാണ്, ഹോമോ മീൻസ് സെയിം ആണ്. അപ്പോൾ ഒരേ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലാണ് ഹോമോ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കറക്റ്റ് നോക്കാം. എ ഹോമോപോളിമർ ഹാസ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോണോമർ റിപ്പീറ്റിംഗ് n നമ്പർ ഓഫ് ടൈംസ്. ഒരേ തരത്തിലുള്ള മോണോമർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതാണ് ഹോമോപോളിമർ. പക്ഷെ പ്രോട്ടീൻ ഒരേ തരത്തിലുള്ള അമിനോ ആസിഡ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രോട്ടീൻസിനെ ഹെറ്ററോപോളിമർ എന്ന് പറയാനുള്ള റീസൺ. Question number 6, 2016 question ആണ്. Metabolites are organic compounds constantly utilized in various metabolic activities in the cells. What are the 2 types of metabolites in the cells? Give an example of each type of metabolites. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള മെറ്റബോളൈറ്റ്സ് സെൽസിൽ കാണുന്നത്? ഇനി ഓരോന്നിൻ്റെയും എക്സാമ്പിൾ എന്തൊക്കെയാണ്? 2 തരത്തിലുള്ള മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്, 2 സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. പിന്നെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി മെറ്റബോളൈറ്റ്സിന് അമിനോ ആസിഡ്സും ഷുഗേഴ്സും ആണ് എക്സാമ്പിൾ. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് പിഗ്മെൻറ്റ്സ്, ആൽക്കലോയിഡ്സ്, ടോക്സിൻസ്, ഡ്രഗ്സ്, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒരു 4-5 എക്സാമ്പിൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനും പ്രൈമറി മെറ്റബോളൈറ്റ്സിൽ 2 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കണം. Question number 7, enzymes are the biocatalysts which regulate various biochemical reaction. Illustrate the following reaction. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഒരു ബയോ കാറ്റലിസ്റ്റ് ആണ്. ബയോകെമിക്കൽ റിയാക്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ, അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുക? ഒരു എക്സ്പ്ലനേഷൻ അതിനാവശ്യമുണ്ട്. E+S equals give rise to ES which give rise to E plus P. ഇതാണ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതണമെന്ന്. The substrate binds to the active site of the enzyme fitting into active site. അതായത് ഒരു സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ES, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്.
The binding site of the substrate induces the enzymes to alter its shape. സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എൻസൈം അതിൻ്റെ ഷേപ്പ് തന്നെ മാറ്റും. The active site of the enzyme breaks the chemical binds of the substrate and a new enzyme product complex is formed. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആക്റ്റീവ് സൈറ്റിൽ കെമിക്കൽ ബോൺഡ്സിന് സബ്സ്ട്രേറ്റിന് ചേഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നത്. ആ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻസൈമും പ്രൊഡക്ട്സുമായിട്ട് മാറുകയാണ് ചെയ്യുക. ആൻഡ് ആ പ്രൊഡക്ട്സിനെ നമുക്ക് കിട്ടുകയും ചെയ്തു, എൻസൈംസിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനും പറ്റും. The enzyme releases the products of the reaction and the free enzyme is ready to bind to another molecule of the substrate. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 പോയിന്റ്സ് ആയിട്ട് എഴുതണം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. അത് നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതണം. എൻസൈംസ് പ്ലസ് സബ്സ്ട്രേറ്റ് give rise to enzyme substrate complex, then it forms enzyme product complex and then dissociates into enzymes plus products. അത്രയെങ്കിലും എഴുതി വെക്കണം. Okay. The next one. Complete the following sequence with appropriate words. Amino acids dash bond protein dash glycosidic bond polysaccharide. അമിനോ ആസിഡ്സിൽ ഏത് ബോണ്ട് യൂസ് ചെയ്താലാണ് പ്രോട്ടീൻസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതേപോലെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ എന്തിന് തമ്മിൽ ബൈൻഡ് ചെയ്യാനുള്ളതാണ്, അത് പോളിസാക്കറൈഡ്സ് ആയിട്ട് മാറുന്നത്. നേരത്തെ തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം നമുക്ക് ആൻസർ എന്താണ്. അമിനോ ആസിഡ്സിൽ പെപ്റ്റൈഡ് ബോണ്ടാണ് ഉപയോഗിക്കുന്നത് പ്രോട്ടീനെ ഫോം ചെയ്യാൻ. മോണോസാക്കറൈഡ്സിനെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് കൊണ്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് പോളിസാക്കറൈഡ്സ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്. When the inhibitor closely resembles a substrate in its molecular structure and inhibits the activity of the enzyme, what it is called? ഒരു ഇൻഹിബിറ്റർ അതിൻ്റെ ഷേപ്പ് സബ്സ്ട്രേറ്റുമായിട്ട് അതേപോലെ സാമ്യമുണ്ടെങ്കിൽ ആ ഇൻഹിബിറ്റർ എന്നുള്ളത് ഈ എൻസൈംസിൻ്റെ ആക്ടിവിറ്റിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് എന്താണ്? എൻ്റെ ആൻസർ ഇറ്റ് ഈസ് എ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. Question number 10. Name the chemical bond formed between the following. Amino acids in a protein molecule. Amino acids പ്രോട്ടീനിലുള്ള മോളിക്യൂളിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ബോണ്ടിൻ്റെ പേര് നമ്മൾ ഒരുപാട് തവണ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് ആൻസർ പെപ്റ്റൈഡ് ബോണ്ടാണ്. ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ എ ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൽ ഷുഗറിനെയും ഫോസ്ഫേറ്റിനെയും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ബോണ്ടിൻ്റെ പേര് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. Question number 11. Distinguish between cofactor and coenzyme with an example for each. Cofactor എന്താണ്? Coenzyme എന്താണ്? Cofactor is a non-protein constituent bind to the enzyme to make the enzyme catalytically active. എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന നോൺ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേരാണ് കോഫാക്ടർ. ഈ കോഫാക്ടർ 3 ടൈപ്പ് ഉണ്ട്. 1 പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്, 2 കോഎൻസൈം ആണ്, 3 മെറ്റൽ അയോൺസ് ആണ്. ഓക്കെ, ഇനി ഈ കോഎൻസൈംസ് ആർ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ ട്രാൻസിയൻ്റ്ലി ബൗണ്ട് ടു ദ എൻസൈം പാർട്ട്. അപ്പോ എൻസൈം പാർട്ടിന് പറയുന്ന പേരാണ് പ്രോട്ടീൻ പാർട്ട് എന്ന്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കാർബോഹൈഡ്രേറ്റ് ഷുഗറാണ്, പ്രോട്ടീൻസിന് എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ആണ്. Non-protein constituent called cofactor are bound to the enzyme to make the enzyme catalytically active. 2011 വന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. നെയിം ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം. ഏതായിരുന്നു എൻസൈമിലെ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേര്? 2. What happens to the catalytic activity when the cofactor is removed from the enzyme? കോഫാക്ടർ റിമൂവ് ചെയ്യുമ്പം എൻസൈമിന് എന്താണ് സംഭവിക്കുക? 2 തരം കോഫാക്ടർ ഏതൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, നെയിം ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം എന്നുള്ളതിന് പ്രോട്ടീൻ പോർഷൻ്റെ പേര് എപ്പോ എൻസൈം ആയിരുന്നു. നോൺ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേര് കോഫാക്ടർ ആയിരുന്നു, മറന്നു പോവരുത്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി? Catalytic activity is lost when cofactor is removed from the enzyme. Cofactor എന്നുള്ളത് നോൺ പ്രോട്ടീൻ പാർട്ടാണ്, പക്ഷേ അത് എൻസൈമിൻ്റെ ആക്ടിവിറ്റിക്ക് നെസസറി ആണ്.
അതില്ലെങ്കിൽ കാറ്റലറ്റിക് ആക്ടിവിറ്റി ലോസ്റ്റ് ആവും. മൂന്നാമത്തത്, 2 തരത്തിലുള്ള കോഫാക്ടർ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്, കോ എൻസൈംസ് 2 എണ്ണം. ഇനി ഓരോന്നിനും എക്സാമ്പിളാണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ഹീം. അതേപോലെ കോ എൻസൈമിന് എക്സാമ്പിളാണ് NAD ആൻഡ് NADP. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. എക്സാമ്പിൾസ് ഓഫ് 2 enzymatic reactions A and B are given. Identify the class of enzyme in A and B. 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള എൻസൈംസിൻ്റെ ക്ലാസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ. എസ് റെഡ്യൂസ്ഡ്, എസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സബ്സ്ട്രേറ്റ് ആണ്. എസ് ഡാഷ് രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആണ്. ഇൻ വിച്ച് ഗിവ് റൈസ് ടു, സബ്സ്ട്രേറ്റ് ആദ്യത്തെ സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആവും, രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് റെഡ്യൂസ്ഡ് ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? എസിൻ്റെ കൂടെ ഒരു ജി ഉണ്ട്. എസ് മീൻസ് സബ്സ്ട്രേറ്റ് ആണ്, ജി മീൻസ് ഗ്രൂപ്പ് ആണ്. അതേപോലെ ഒരു എസ് ഡാഷും ഉണ്ട്. ഇനി റിയാക്ഷൻ കഴിയുന്ന സമയത്ത് എസ് ഫ്രീ ആവുകയും ചെയ്യും. എസിൻ്റെ മുകളിൽ നിന്നുള്ള ഗ്രൂപ്പ് ഇവിടെ എസ് ഡാഷിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ 2 റിയാക്ഷൻസിൻ്റെയും ഈ പേരുകൾ വെച്ചിട്ട് നമുക്ക് അതിനൊരു ക്ലാസ് ഓഫ് എൻസൈംസ് ഉണ്ട്. നമ്മൾ 6 ക്ലാസ് ഓഫ് എൻസൈംസ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അത് ഏതാണ് ഇതിൽ വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തത് ഓക്സിഡോ റിഡക്റ്റേസസ്. അതിൻ്റെ പേര് തന്നെ കണ്ടാൽ അറിയാം, റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡീഹൈഡ്രോജനേസസ് എന്നെഴുതാം. ദേ ആർ ദ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്സ്. 2 സബ്സ്ട്രേറ്റ്സ് തമ്മിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടാക്കുന്ന എൻസൈംസിനെയാണ് ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ട്രാൻസ്ഫറേസസ് ആണ്. എൻസൈംസ് കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് G അതർ ദാൻ ഹൈഡ്രജൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ്സ് എസ് ആൻഡ് എസ് ഡാഷ്. എസ് എന്നുള്ള സബ്സ്ട്രേറ്റിൽ നിന്നും എസ് ഡാഷ് എന്നുള്ള സബ്സ്ട്രേറ്റിലേക്ക് ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ക്ലാസ് ഓഫ് എൻസൈംസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫറേസസ്. ഓക്കെ, the next one. Name the biomolecule in which the peptide bond is present. Peptide bond കാണുന്ന biomolecule ഏതാണ്? Name the bond present between phosphate and hydroxy group of sugar in nucleic acid. Phosphate ഗ്രൂപ്പും hydroxy group of sugarഉം, അതായത് ഷുഗറും തമ്മിലുള്ള ബോണ്ട് ഏതാണ്? ഇത് നമുക്ക് കുറേ നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെപ്റ്റൈഡ് ബോണ്ട് കാണുന്നത് പ്രോട്ടീനിലാണ്. രണ്ടാമത്തത് ഫോസ്ഫേറ്റും ഷുഗറും തമ്മിലുള്ള ബോണ്ട് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. കാർബൺ ഉണ്ട്, COOH ഉണ്ട്, NH2 ഉണ്ട്, H ഉണ്ട്, 6 ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ ആൻ അമിനോ ആസിഡ് സെറിൻ ഫ്രം ദ ഗിവൺ ഫോർമുല. ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ സെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ R ഗ്രൂപ്പിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ R ഗ്രൂപ്പിന് പകരം ഇവിടെ CH2OH എന്ന് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം സെയിം ആണ്. NH2 ഉണ്ട്, COOH ഉണ്ട്, H ഉണ്ട്. R ഗ്രൂപ്പിന് പകരം എന്താണ് നമ്മൾ എഴുതേണ്ടത്? CH2OH എന്ന് മാറ്റി എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 17. Give one word. The nucleic acid that behave like enzymes. ഏത് ന്യൂക്ലിക് ആസിഡാണ് എൻസൈംസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്? ആൻസർ റൈബോസൈംസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് ടു ദ എപ്പോ എൻസൈം. എപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര് കോഫാക്ടർ. ഈ നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട് ഏതാണ് എപ്പോ എൻസൈമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. എപ്പോ എൻസൈമാണ് പ്രോട്ടീൻ പാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. ഇത് എന്താണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ എൻസൈംസിൻ്റെ റോള് എന്താണ്? 2018 3 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ ആൻസർ എഴുതേണ്ടതെന്ന്. ദ ഗ്രാഫ് ഷോസ് ദ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജീൻ്റെ കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇനി ഇൻ എക്സ് ആക്സിസ് ദർ ഇസ് എ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഇൻ വൈ ആക്സിസ് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ നേരത്തെ കണ്ട ഇതിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തതിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി ഇഫ് എനർജി ലെവൽ ഓഫ് P ഈസ് ലോവർ ദാൻ S,
ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. പി എന്നിവിടെ പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. പിൻ്റെ എനർജി ലെവല് സബ്സ്ട്രേറ്റിനേക്കാളും താഴെയാണ് വരുന്നതെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് നീഡ്സ് എനർജി. പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എനർജി വേണം. സോ ദ സബ്സ്ട്രേറ്റ് ഹാസ് ടു ഗോ ത്രൂ എ മച്ച് ഹയർ എനർജി സ്റ്റേറ്റ്. സബ്സ്ട്രേറ്റിന് കുറച്ചുകൂടെ എനർജിയും നമ്മൾ കൊടുക്കണം. It is called transition state. The difference in average energy content of S from that of this transition state is known as activation energy. ഇങ്ങനെ സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് വരെയുള്ള ആ എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഇനി എന്താണ് എൻസൈംസിൻ്റെ ഇവിടുത്തെ റോൾ എന്നാണ് ചോദ്യം. Enzyme reduces the level of activation energy, thereby making the transition of S to P very easy. നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഇതാണ് എൻസൈം ഇല്ലാതെ ഒരു റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എനർജിയുടെ ലെവൽ, ആക്ടിവേഷൻ എനർജി. ഇവിടെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ആക്ടിവേഷൻ എനർജി വേണം. എന്നാൽ എൻസൈംസ് ഈ റിയാക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ആക്ടിവേഷൻ എനർജിയുടെ ലെവൽ കുറവാണ്. അതായത് അപ്പോഴേക്ക് തന്നെ അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനർജി വളരെ കുറച്ച് മാത്രം മതി ഈ സബ്സ്ട്രേറ്റ്സിന് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ എൻസൈം ഇല്ലാത്ത റിയാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രേറ്റിന് പ്രൊഡക്റ്റ് ആവാനുണ്ടെങ്കിൽ ഇത്രയും എനർജി വേണ്ടി വരും. അതാണ് ഇവിടെ എൻസൈംസിൻ്റെ റോളായിട്ട് നമ്മൾ പറയുന്നത്. Okay, question number 19. When substrate concentration increases, the velocity of enzymatic reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of the substrate. Why? അതാണ് question. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തിൽ അതിൻ്റെ എൻസൈമിൻ്റെ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഒരു മാക്സിമം വെലോസിറ്റി എത്തിയാൽ അതിന് ശേഷം സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടും കാര്യമില്ല, റിയാക്ഷൻ്റെ വെലോസിറ്റി അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദ എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. എൻസൈംസിൻ്റെ മോളിക്യൂളും സബ്സ്ട്രേറ്റിൻ്റെ മോളിക്യൂളും ഈക്വൽ ആണെങ്കിൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. ഇവിടെ എൻസൈംസിൻ്റെ മോളിക്യൂൾ കുറവായിരിക്കും. നമ്മൾ എത്ര കൂടുതൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഇട്ടിട്ടും കാര്യമില്ല. ആൻഡ് ആഫ്റ്റർ സാച്ചുറേഷൻ ഓഫ് ദിസ് മോളിക്യൂൾസ് ദർ ഇസ് നോ ഫ്രീ എൻസൈംസ് മോളിക്യൂൾ ടു ബൈൻഡ് വിത്ത് അഡീഷണൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ കൂടുതൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇട്ടു എന്ന് കരുതിയിട്ട് എൻസൈംസിൻ്റെ വെലോസിറ്റി കൂടാൻ പോകുന്നില്ല. അതാണ് ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാനുള്ള റീസൺ. ജൂലൈ 2019 വന്ന ക്വസ്റ്റ്യനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസും റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഹൈഡ്രോളൈസസ്, ഇത് നിങ്ങൾ കാണാതെ ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ് എന്നാണ് ആൻസർ വരിക. ലയേസസ്, റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. ഓക്സിഡോ റിഡക്റ്റേസസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിയാക്ഷൻ. ഐസോമറൈസസ്, ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്. Ligases, linking together of molecules. And transferases, transfer of a group. അപ്പം ഇത്രയും എൻസൈംസ്, ഇത്രയും എൻസൈംസിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. ഒബ്സർവ് ദിസ് ഗ്രാഫ്. വാട്ട് ഈസ് മെൻ ബൈ വി മാക്സ് വാല്യൂ? എന്താണ് വി മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ? വൈ ഈസ് വി മാക്സ് നോട്ട് എക്സീഡഡ് ബൈ എനി ഫർദർ റൈസ് ഇൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ? വി മാക്സ് എന്തുകൊണ്ട് വീണ്ടും കൂടുന്നില്ല? വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് ഇട്ടാലും എന്തുകൊണ്ട് വി മാക്സ് കൂടുന്നില്ല? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ക്ലോസ്ലി റിസംബിൾ ടു ദാറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ റിയാക്ഷൻ, വാട്ട് ഹാപ്പൻസ്? ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് സബ്സ്ട്രേറ്റിൻ്റെ ക്ലോസ് സിമിലാരിറ്റി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ ആ റിയാക്ഷനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആൻസർ വി മാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം വെലോസിറ്റി ഓഫ് ദ എൻസൈം റിയാക്ഷൻ. ഒരു എൻസൈമിൻ്റെ റിയാക്ഷന് ലഭിക്കാവുന്ന ഏറ്റവും കൂടുതൽ വെലോസിറ്റി, അതിൻ്റെ റേറ്റ്, അതാണ് വി മാക്സ്. എനി ഫർദർ റൈസ് ഇൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിൽ നോട്ട് എക്സീഡ് ദ എൻസൈം റിയാക്ഷൻ വെലോസിറ്റി. വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാലും എൻസൈമിൻ്റെ റിയാക്ഷന് ഇൻക്രീസ് സംഭവിക്കുന്നില്ല. ബിക്കോസ്
The enzyme molecules are fewer than the substrate molecule. എൻസൈംസിൻ്റെ മോളിക്യൂൾ സബ്സ്ട്രേറ്റിനേക്കാളും കുറവാണ്. അപ്പോൾ സാച്ചുറേഷൻ വന്നു കഴിഞ്ഞാൽ ഫ്രീ എൻസൈംസ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള എൻസൈംസ് ഉണ്ടാവില്ല. അതാണ് റീസൺ. ഇനി ക്ലോസ് സിമിലാരിറ്റി ഓഫ് ദ സബ്സ്ട്രേറ്റ് വരുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഇൻഹിബിറ്റർ. ഈ ഇൻഹിബിറ്ററും സബ്സ്ട്രേറ്റും കൂടെ എൻസൈമായിട്ട് കോമ്പീറ്റ് ചെയ്യും. എൻസൈംസിൻ്റെ സബ്സ്ട്രേറ്റിന് ബൈൻഡിങ് സൈറ്റിന് വേണ്ടിയിട്ട് ആരാണോ സക്സീഡ് ചെയ്യുന്നത് അവരാണ് റിയാക്ഷനിൽ പങ്കുകൊള്ളുക. Thereby the substrate cannot bind, so the enzyme action declines. അപ്പോൾ സബ്സ്ട്രേറ്റിന് പകരം ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഇൻഹിബിറ്റർ ആയിരിക്കും. അതായിരിക്കും ക്ലോസ് സിമിലാരിറ്റി ഉള്ള ഇൻഹിബിറ്ററിനെ സബ്സ്ട്രേറ്റിന് പകരം ആഡ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഐഡൻറ്റിഫൈ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ഏതാണ്? Name the bond produced when another compound of the same category combine with this. ഇതേപോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ഇവിടെ ബൈൻഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? If a number of such molecule bonded together, what will be the resultant molecule? ഇവിടെ ഇങ്ങനെയുള്ള ഒത്തിരി മോളിക്യൂൾസിനെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ റിസൾട്ടന്റ് മോളിക്യൂൾ എന്തായിരിക്കും? ആൻസർ നോക്കാം. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ പേര് ഗ്ലൈസിൻ ആണ്. ഇനി ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടായിരിക്കും, കാരണം അമിനോ ആസിഡാണ്. ഇനി ഇവരെ തമ്മിലുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അവസാനം ഉണ്ടാവുന്നത് നമുക്ക് എന്തായിരിക്കും? ഒരു പ്രോട്ടീൻ ആയിരിക്കും, കാരണം അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 23. അനലൈസ് ദ ഗ്രാഫ് ഷോയിങ് ദ ആക്ടിവിറ്റി ഓഫ് ദ സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസിൻ്റെ റിയാക്ഷന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്. Which is the optimum temperature for salivary amylase from the graph? Salivary amylase optimum temperature നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ നോക്കിയാൽ അറിയാം എത്രയാണ് ടെമ്പറേച്ചർ എന്ന്. നേരെ ഇവിടെ കാണിക്കുന്നുണ്ട്. Why the activity declines below the optimum value? ഇതിൽ നിന്നും താഴോട്ടേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആക്ഷൻ ഓഫ് സലൈവറി അമൈലേസ് ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ? ആൻസർ നോക്കാം. ഒപ്റ്റിമം ടെമ്പറേച്ചർ വളരെ സിമ്പിളാണ്. നേരെ നോക്കിയാൽ കാണാം 37 ആണ്. എന്തുകൊണ്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ എൻസൈം ആക്ടിവിറ്റി കുറയുന്നു? ബിക്കോസ് ബിലോ ദ ടെമ്പറേച്ചർ ദ എൻസൈംസ് ആർ ഇനാക്റ്റീവ്. ഇതിന് താഴേക്ക് വരുന്ന സമയത്ത് എൻസൈംസ് ഇനാക്റ്റീവ് ആയിരിക്കണം. അപ്പം 37 എങ്കിലും എത്തിയാൽ മാത്രമേ എൻസൈംസ് ആക്റ്റീവ് ആവുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് എ ആൻഡ് ബി. ഇതിൽ എ ഏതാണ്, ബി ഏതാണ്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A secondary structure ആണ് and B is tertiary structure. Question number 25. The symbolic presentation of a functional enzyme is given below. ഒരു symbolic ആയിട്ട് ഒരു functional enzymeന്റെ structure കാണിച്ചിട്ടുണ്ട്. Okay, write one difference between apo enzyme and cofactor. Name the different types of cofactor. What is the cofactor for the enzyme carboxypeptidase? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2014 ചോദിച്ചതാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്കറിയാം ഇതൊരു പ്രോട്ടീനാണ്. പ്രോട്ടീനിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് അപ്പോ എൻസൈം. അപ്പോ എൻസൈം പ്രോട്ടീൻ പാർട്ടാണ്. എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ എൻസൈം. അതിൻ്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ. അതിൻ്റെ മുകളിലേക്ക് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആക്റ്റീവ് സൈറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ മനസ്സിലാവുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം. കോഫാക്ടർ എന്താണ്, അപ്പോ എൻസൈം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ എൻസൈം ഇസ് ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ആൻഡ് കോഫാക്ടർ ഇസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്? ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട്, കോ എൻസൈംസ് ഉണ്ട്, മെറ്റൽ അയോൺസ് ഉണ്ട്. ഇനി ഇവിടെ കാർബോക്സി പെപ്റ്റിഡൈറ്റ്സിന് വരുന്ന ആ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ പേര്, മെറ്റാലിക് അയോൺസിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് സിങ്ക് ആണ്. Based on the graph below, explain the effect of concentration of substrate on enzyme activity. Effect of concentration of substrate എങ്ങനെയാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. With the increase in the substrate concentration, the velocity of the enzymatic reaction rises at first. When it reaches the maximum velocity, it is not exceeded by any further rise in the concentration of substrate because the enzyme molecules are fewer than the substrate molecules, and after saturation, there are no free enzyme molecules to bind with the additional substrate molecules. എന്ന് വെച്ചാൽ
ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റും വൈ ആക്സിസിൽ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷനും കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് സബ്സ്ട്രേറ്റ്സിനെ കൊടുക്കുന്നു, അപ്പോൾ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ്സിനെ കൊടുക്കുന്നു, എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റിനെ കൊടുക്കുന്നു, എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഇൻക്രീസ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയാണ്. ആ മാക്സിമം വെലോസിറ്റിക്കാണ് നമ്മൾ വി മാക്സ് എന്ന് പറയുന്നത്. ഈ വി മാക്സ് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മാക്സിമം വെലോസിറ്റിയിലേക്കാളും കൂടില്ല. വെലോസിറ്റി ഓഫ് ദി റിയാക്ഷൻ ഒരിക്കലും ഇൻക്രീസ് ചെയ്യുന്നില്ല. കാരണം ഈ സബ്സ്ട്രേറ്റിൻ്റെ മോളിക്യൂളിനെ ബൈൻഡ് ചെയ്യാനുള്ള എൻസൈംസ് ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല. എല്ലാ എൻസൈംസും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രീ എൻസൈംസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം ഫ്രീ എൻസൈംസ് ഉണ്ടായാൽ മാത്രമേ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 27. അനലൈസ് ദ ഗ്രാഫ് ഷോയിങ് ദ ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം. വാട്ട് ഈസ് മെന്റ് ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ? Why does the enzyme activity declines at too low and too high temperature? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ എൻസൈം ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി. ഏത് ടെമ്പറേച്ചറിലാണോ എൻസൈംസ് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് റിയാക്ഷൻ കാണിക്കുന്നത് അതിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ മുന്നേയും ശേഷവും ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറവാണ്. അതെന്താണെന്നാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അറ്റ് ലോ ടെമ്പറേച്ചർ ദി എൻസൈംസ് ആർ ഇനാക്റ്റീവ്. എൻസൈംസ് ആക്റ്റീവ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തണം. ഇനി ഹൈ ടെമ്പറേച്ചറിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക? ദ എൻസൈംസ് ആർ ഡീനാച്ചുവേർഡ് ബൈ ഹീറ്റ്. എൻസൈംസ് ഹീറ്റ് വഴി ഡീനാച്ചുർ ചെയ്ത് പോകും. അപ്പോൾ ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും എൻസൈംസിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. 3 ഡയഗ്രാംസ് ഉണ്ട്. എ, ബി, സി. ഐഡൻറ്റിഫൈ ദ ഗിവൺ ബയോമോളിക്യൂൾ. ഫസ്റ്റ് വൺ ഏതാണ്? സെറിൻ ആണ് ആൻസർ. 2ാമത്തത് ഏതാണ്? ഇവിടെ അഡിനിൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം അഡിനിലിക് ആസിഡ്. ആൻഡ് 4 സൈക്ലിക് റിങ്സ് ഉള്ള ഒരൊറ്റ പിക്ചർ മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ദാറ്റ് ഈസ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ 3 ഡയഗ്രാം ഓർമ്മിച്ച് വെക്കണം. Question number 29. Identify the given biomolecule that comes under fat. ഫാറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. ഇതിൻ്റെ പേരെന്താണ്? ട്രൈഗ്ലിസറൈഡ് ആണ്. R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. അപ്പോൾ ട്രൈ ആണ്. 3 ഗ്ലിസറൈഡ്സ് ഉള്ള സ്ട്രക്ചറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വൈ ആർ പ്രോട്ടീൻസ് ഹെറ്ററോപോളിമേഴ്സ്? എന്തുകൊണ്ടാണ് പ്രോട്ടീൻസ് ഹെറ്ററോപോളിമേഴ്സ് ആവുന്നത്? Identify the proteins from the given list of biomacromolecules and write its function. ഇതിൽ നിന്നും ഏതാണ് പ്രോട്ടീന്? അതിൽ നിന്ന് ഇതിൻ്റെ നമ്മൾ പറയുന്ന ബയോമാക്രോമോളിക്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഹെറ്ററോപോളിമർ? ബിക്കോസ് എ ഹെറ്ററോപോളിമർ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് മോണോമേഴ്സ്. പ്രോട്ടീന് ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡ്സ് ഉള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉള്ളതുകൊണ്ട് പ്രോട്ടീൻസിനെ നമ്മൾ ഹെറ്ററോപോളിമർ എന്ന് പറയുന്നു. ഇനി ഈ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ? സെല്ലുലോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ട്, ഇനുലിൻ ഉണ്ട്. ആൻറ്റിബോഡിയാണ് പ്രോട്ടീന്. ഇറ്റ് ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 31. Effect of change of concentration of substrate on the enzyme activity is graphically represented. ഇനി എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ 1-2 തവണ നമ്മൾ അതേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ്, മെൻഷൻ എനി 2 other factors that affect enzyme activity. ഇതല്ലാതെ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലാതെ എൻസൈംസിൻ്റെ ആക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഏത് പോയിൻ്റാണ് ഉള്ളതെന്നാണ് ചോദ്യം. Further rise in the substrate molecule does not cause any change because the enzyme molecules are fewer than the substrate molecule. Enzyme molecule കുറവായിരിക്കും. 2 another factors, ഒന്ന് pH ആണ്, വേറൊന്ന് ടെമ്പറേച്ചർ ആണ്. The molecular structure of 2 amino acids are given below. ഇത് രണ്ടിൻ്റെയും പേര് എഴുതാൻ. ആദ്യത്തെ നമുക്കറിയാം സെറിൻ ആണ്, രണ്ടാമത്തത്
എല്ലാനിനാണ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന 3 എണ്ണത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് 3 നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 33. കംപ്ലീറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഷോയിങ് ദ നാച്ചർ ഓഫ് ദ എൻസൈം ആക്ഷൻ. ഇവിടെ എയും ബിയും ഡാഷ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് എൻസൈം ആക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ പേര് പറയാൻ. ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഫോർമുല ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് ദ എൻസൈം. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 2 എണ്ണം വെച്ചിട്ട് ഇതിലെ ക്ലാസ് ഓഫ് എൻസൈംസ് ഏതാണെന്ന് എഴുതണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ അവിടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒന്നാമത്തെ എ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ്റെ എയും ബിയും ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സും ബിയിൽ പിയും ആണ്, അതായത് പ്രൊഡക്റ്റും ആണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, പക്ഷെ നിങ്ങളൊരു ആൻസർ എഴുതുന്ന സമയത്ത് അത് എപ്പോഴും വൃത്തിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഫോർമുലയായിരിക്കും E+S give rise to ES give rise to EP and give rise to E+P. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് അതിൻ്റെ ഒരു വൃത്തിയായ രീതി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഉണ്ട് അടുത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ഒന്ന് ടെമ്പറേച്ചറാണ്, വേറൊന്ന് pH ആണ്. ഇനി തന്നിരിക്കുന്ന ക്ലാസ് ഓഫ് എൻസൈംസ് ഏതൊക്കെയാണ്? ആദ്യത്തേത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതുകൊണ്ട് ഓക്സിഡോ റിഡക്ടേസസ് ആണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസസ് നമുക്ക് പറയാം. വേറൊന്ന് ലയേസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 34. വാട്ട് ഈസ് എ ആൻഡ് ബി? എ ഏതാണ്, ബി ഏതാണ്? ആൻഡ് മെൻഷൻ ദ അതർ 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ. ഇതും അല്ലാത്ത വേറെ ഏതെങ്കിലും ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ എന്നുള്ളത് സെക്കൻഡറി സ്ട്രക്ചറാണ്, ബി എന്നുള്ളത് ടേർഷ്യറി സ്ട്രക്ചറാണ്. ഇനി 2 എണ്ണം അടുത്ത ലെവൽസ് ഏതൊക്കെയാണ്? സെക്കൻഡറിയും ടേർഷ്യറിയും അല്ലാത്ത. നമുക്കറിയാം ആൻസർ. ഒന്ന് പ്രൈമറി ആണ്, 2 ക്വാട്ടർണറി ആണ്. അപ്പോൾ 4 രീതിയിൽ പ്രോട്ടീൻസ് കാണുന്നുണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേർഷ്യറി ഉണ്ട്, ക്വാട്ടർണറി ഉണ്ട്. ഓക്കെ, താങ്ക് യു.